നമുക്ക് അധിക പ്രിയമുള്ള കുറച്ചൊക്കെ ഉപേക്ഷിക്കണം. അധിക പ്രിയമുള്ള ചിലതൊക്കെ അത് പാപം തന്നെ ആകണമെന്ന് പോലും ഇല്ല. പാപമുണ്ട്, ചില പാപങ്ങളോട് പ്രിയമുണ്ട്. ഇതല്ല. അല്ലാതെ തന്നെ ഉദാഹരണത്തിന് വല്ലപ്പോഴൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇഷ്ടമാണ്. സിനിമ കാണാൻ പോകാനൊക്കെ ഇഷ്ടമാണ്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? ഇനിയുള്ള 50 ദിവസം ഞാൻ ത്യാഗമെടുക്കുകയാണ്. ചിലർക്കുണ്ടല്ലോ ഈ ഇറച്ചി ഉപേക്ഷിക്കുന്നതിലും മീൻ ഉപേക്ഷിക്കുന്നതിലും വലിയ ത്യാഗമൊന്നുമില്ല. കാരണം അവർക്കിഷ്ടം പച്ചക്കറിയാ. അപ്പോൾ പിന്നെ ഇതിനകത്ത് എവിടെയാ പരിത്യാഗമുള്ളത്? ത്യാഗമുള്ള എവിടെയാ? അപ്പോൾ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ ബോധപൂർവമായി എഫേർട്ട് എടുക്കണം. അപ്പോൾ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആൾ സിനിമ വേണ്ടെന്ന് വെക്കുന്നു. അല്ലെങ്കിൽ പുറത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾ, അതിനോടൊരു പ്രത്യേക ഇഷ്ടം ചായ്വുള്ള ഒരാൾ ഈ 50 ദിവസം ഞാൻ അല്പം ത്യാഗം എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ കഴിക്കുന്നില്ല. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിന് നോമ്പ് ലിസ്റ്റിൽ അത് വന്നിട്ടില്ല ഇന്നേ വരെ. ചോക്ലേറ്റും ഐസ്ക്രീമും നമുക്ക് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കാമല്ലോ. ഇനിയുള്ള 50 ദിവസം ഞാൻ ചോക്ലേറ്റും ഐസ്ക്രീമും കഴിക്കുന്നില്ല. അവിടെയാണ് ആ ഞെരുക്കപ്പെടുന്ന ഫീൽ ഉണ്ടാകുന്നത്.